വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഫീർ ഇക്ബാൽ. എല്ലാ കൂട്ടുകാരെയും അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് GST എന്താണ്, അത് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്കെന്നല്ല, പൊതുവെ അക്കൗണ്ടിങ് മേഖലയിലുള്ള ഒരുപാട് പേർക്ക് GSTയുമായി അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ടാക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രൊസീജിയർ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ GSTയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുമാത്രമല്ല ഏതൊക്കെ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, GSTയുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് എങ്ങനെയാണ് നടത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രാ സ്റ്റേറ്റ് എന്നും ഇന്റർ സ്റ്റേറ്റ് എന്നും CGST എന്നും SGST എന്നും IGST എന്നും. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം. ഈ കേട്ടിട്ടുള്ളത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ മനസ്സിലാക്കിയത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് GST? എന്താണ് GST? ഇപ്പോൾ GST എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2017 ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. അതിനു മുമ്പ് പലതരം ടാക്സുകൾ ഉണ്ടായിരുന്നു. സർവീസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയും. അതിന്റെ ഷോർട്ട് ഫോം നമുക്കറിയാം, വാറ്റ് എന്ന് പറയും. ഇപ്പൊ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ ബാധിക്കുന്നതല്ല, എല്ലാ സ്റ്റേറ്റിനും. അതാണ് വൺ ടാക്സ് വൺ നേഷൻ പോളിസി. ഇന്ത്യ മൊത്തത്തിൽ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടാക്സുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ സേവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി GSTയുടെ കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം CGST എന്നും SGST എന്നും IGST എന്നും. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു സേവനം ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് CGST എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് SGST എന്ന് പറഞ്ഞാൽ. IGST എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ മൂന്ന് ടാക്സുകളും എന്താണെന്ന് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ CGST എന്ന് പറയും, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിനെ നമ്മൾ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് SGST എന്ന് പറയും. ഇനി IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോൾ GST എന്താണെന്ന് കുറച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇവിടെ GST നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് എന്നും മറ്റൊന്ന് ഇന്റർ സ്റ്റേറ്റ് എന്നും. ആദ്യം നമുക്ക് ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കാം. ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന എല്ലാ ഇടപാടുകളെയും നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്റ്റേറ്റിൽ പർച്ചേസ് നടക്കാറുണ്ട്, സെയിൽസ് നടക്കാറുണ്ട്, സർവീസ് നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇടപാടുകളെയും നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഇനി എന്താണ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് നോക്കിയാൽ, രണ്ടു സ്റ്റേറ്റിലെ കമ്പനികളോ വ്യക്തികളോ തമ്മിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അത് പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും സർവീസ് ആയാലും അവിടെ നടക്കുന്ന ഇടപാടുകളെ, ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ, രണ്ടു സ്റ്റേറ്റുകളിലായി നടക്കുന്ന ഇടപാടുകളെ, ട്രാൻസാക്ഷനെ നമുക്ക്
ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇൻട്രാ സ്റ്റേറ്റും അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റുമായിട്ടുള്ള ഇടപാടുകൾ വരുന്ന ടാക്സ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ GST ഇൻട്രാ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, CGST എന്നും SGST എന്നും. ഇനി GST ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു ടാക്സ് രീതിയേ ഉള്ളൂ, അതിന് നമ്മൾ IGST എന്നാണ് പറയുന്നത്. CGST എന്ന് പറഞ്ഞാലും SGST എന്ന് പറഞ്ഞാലും IGST എന്ന് പറഞ്ഞാലും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ്, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ്, IGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ്. അപ്പോൾ മനസ്സിലാക്കണം, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകളിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് അത് സെൻട്രൽ ഗവൺമെന്റിനും കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ തുല്യമായി ഡിവൈഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിനുള്ള നികുതിയും സംസ്ഥാന സർക്കാരിനുള്ള നികുതിയും തുല്യമായി ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ കൊടുക്കേണ്ടത്. ഉദാഹരണമായി നിങ്ങൾ കടയിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് GST ബിൽ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എമൗണ്ടിന് താഴെയായിട്ട് CGST ഇത്ര പെർസെൻറ്റേജ്, SGST ഇത്ര പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് 2% എമൗണ്ടും എന്താണ് തുല്യമായിരിക്കും. അതിനർത്ഥം ആ ബില്ലിലെ GST എമൗണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 1000 രൂപയ്ക്കാണ് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ GST എമൗണ്ട് എന്ന് പറഞ്ഞാൽ 16% 160 രൂപയാണ്. അപ്പോൾ ബില്ലിൽ കാണാം 80 രൂപ CGSTയും 80 രൂപ SGSTയുമാണ്. കാരണം 80 രൂപ കേന്ദ്ര സർക്കാരിനും 80 രൂപ സംസ്ഥാന സർക്കാരിനുമാണ് ആ ടാക്സ് പോകുന്നത്. ഇവിടെ 1000 രൂപയുടെ സാധനത്തിന് നിങ്ങൾ ടോട്ടൽ പേ ചെയ്തത് 1160 രൂപയാണ്. അപ്പൊ 160 രൂപ GST എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ സാധനം വാങ്ങിച്ച വ്യക്തി നിങ്ങൾ ഈ സ്റ്റേറ്റിനുള്ളിലാണ്, അതുപോലെ തന്നെ സാധനം നിങ്ങൾക്ക് സെയിൽ ചെയ്ത സ്ഥാപനവും ഈ സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ്. ഇടപാടുകൾ നടത്തുന്ന രണ്ട് സ്ഥാപനമായാലും രണ്ട് വ്യക്തികളായാലും അത് ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ നമുക്കതിനെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇവിടെ 1000 രൂപയുടെ പർച്ചേസുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോൾ കൊടുത്തത് ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആ GST നമുക്ക് ഇൻപുട്ട് GST എന്ന് പറയാം. ഇനി കടക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ സാധനം നമുക്ക് വിറ്റതാണ്, സെയിൽസ് ചെയ്തതാണ്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കടക്കാരൻ നമ്മളിൽ നിന്നും കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ടാക്സ് ഇൻപുട്ട് ടാക്സും സെയിൽ ചെയ്യുമ്പോൾ നടക്കുന്ന ടാക്സ് ഔട്ട്പുട്ട് ടാക്സുമാണ്. ഇനി ഇന്റർ സ്റ്റേറ്റിൽ വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന GST പറയുന്നത് IGST എന്നാണ്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സ്റ്റേറ്റുകളിലായി നടക്കുന്ന ഇടപാടുകൾ. കേരളത്തിലുള്ള ഒരു കമ്പനി ഡൽഹിയിലുള്ള ഒരു കമ്പനിയുമായി പർച്ചേസോ സെയിലോ സർവീസോ എന്തു തന്നെ ആയാലും അവിടെ നടത്തുമ്പോൾ അപ്പോൾ കൊടുക്കുന്ന GST നമ്മൾ IGST എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ടത്. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ടാക്സ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുകയും ആ എമൗണ്ട് ഫ്യൂച്ചറിൽ സംസ്ഥാനങ്ങളുമായി ഷെയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചാൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലും GST കൗൺസിലിന്റെ ശുപാർശ പ്രകാരവുമാണ് അത്തരത്തിലുള്ള ഷെയറിംഗ് നടക്കുന്നത്. നമ്മളൊരു സാധനം മറ്റു സ്റ്റേറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ IGST മാത്രമാണ് കൊടുക്കുന്നത്. ആ എമൗണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. കേന്ദ്ര സർക്കാർ ഫ്യൂച്ചറിൽ എന്താണ് ആ എമൗണ്ട് സ്റ്റേറ്റുകളുമായി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാലത്ത് കേരളത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്ററായ തോമസ് ഐസക് സാർ പറയുകയുണ്ടായി, കേന്ദ്രത്തിൽ നിന്നും GST വിഹിതം ഇതുവരെ കിട്ടിയില്ല എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ IGST കുറിച്ചാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത്. കേരളവും മറ്റു സ്റ്റേറ്റുമായി നടത്തുന്ന ഇടപാടുകളിൽ ആ കിട്ടുന്ന IGST എമൗണ്ട് കേന്ദ്ര സർക്കാരിൽ പോവുകയും അതിന്റെ വിഹിതം കിട്ടിയില്ല എന്നുമാണ് തോമസ് ഐസക് സാർ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് എന്താണെന്നും ഇന്റർ സ്റ്റേറ്റ് എന്താണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ അത് വളരെ ലളിതമായി പറഞ്ഞു തരാം. ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നമുക്ക് അതിന്റെ ട്രാൻസാക്ഷന്റെ ഇടപാടുകളുടെ സ്വഭാവം അനുസരിച്ച് രണ്ടായി തരംതിരിക്കാം.
ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് എന്നും മറ്റൊന്ന് ഇന്റർ സ്റ്റേറ്റ് എന്നും. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഇടപാടുകൾ നടക്കുന്നു, അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി രണ്ട് സ്റ്റേറ്റുകളിലായി നടക്കുന്ന ഇടപാടുകളെ ട്രാൻസാക്ഷൻ നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇൻട്രാ സ്റ്റേറ്റിലെയും ഇന്റർ സ്റ്റേറ്റിലെയും ട്രാൻസാക്ഷനിൽ GST എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു 10% GST ഉള്ള ഒരു ട്രാൻസാക്ഷനിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് കരുതുക. ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകൾ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇടപാട് നടക്കുമ്പോൾ അവിടെ 10% GST എന്ന് പറഞ്ഞാൽ അതിൽ 5% CGST ആയിരിക്കും, 5% SGST ആയിരിക്കും. അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ അതിൽ 5% സെൻട്രൽ ഗവൺമെന്റിനും SGST എന്ന് പറഞ്ഞാൽ അതിൽ 5% സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിരിക്കും. കാരണം 10% എന്നുള്ള GST അവിടെ തുല്യമായി ഡിവൈഡ് ചെയ്തിട്ടാണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇന്റർ സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഇടപാടുകൾ നടക്കുന്നത് രണ്ടു സ്റ്റേറ്റുകളിലായിട്ടായിരിക്കും. അവിടെ നമ്മൾ IGST മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ 10% GST ഉള്ള ഒരു ട്രാൻസാക്ഷനിൽ അവിടെ നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ IGST ആയി നമ്മൾ 10% കൊടുക്കണം. അപ്പോൾ ഫുൾ GST എമൗണ്ട് ആയ ആ 10% പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്കാണ്. അത് ഫ്യൂച്ചറിൽ എന്താണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ അത് ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ GST എമൗണ്ട് തുല്യമായി വീതിക്കുന്നു. ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെന്റിനും മറ്റൊരു പോർഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനും പോകുന്നു. ഇനി നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ അവിടെ GST ഫുൾ എമൗണ്ട് പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. ആ എമൗണ്ട് ഫ്യൂച്ചറിൽ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായി അത് ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ GSTയുമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന GST പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. പ്രധാനപ്പെട്ട GST പെർസെന്റേജ് പറഞ്ഞാൽ ചില സാധനങ്ങൾക്ക് 5% ആയിരിക്കും, മറ്റു ചില സാധനങ്ങൾക്കും സേവനങ്ങൾക്കും 12% ആയിരിക്കും. അത് 18% ഉണ്ട്, 28% ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട GST പെർസെന്റേജുകളാണ്. ഇപ്പൊ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ അവിടെ നമുക്ക് 3% അല്ലെങ്കിൽ 5% GST എങ്കിൽ നമ്മൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അവിടെ GST എന്ന് പറഞ്ഞാൽ 28%. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 18% ആയിരിക്കും GST. ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ സർവീസിനും അനുസരിച്ച് GST എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ GST ഇങ്ങനെ പെർസെന്റേജ് ഓരോ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരുന്നാലും അവിടെ മാറാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇടപാടുകൾ നടക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അത് എത്ര ശതമാനമായാലും അത് തുല്യമായി വിധിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും നമ്മൾ കൊടുക്കണം. ഇനി അത് രണ്ട് സ്റ്റേറ്റുകളിലായിട്ടുള്ള ഇടപാടാണെങ്കിൽ അവിടെ എത്ര പെർസെന്റേജ് ആണെങ്കിലും അത് മൊത്തത്തിൽ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 7 അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് CGST അക്കൗണ്ട് ആണ്, രണ്ടാമത്തേത് ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ആണ്, മൂന്നാമത്തേത് ഇൻപുട്ട് SGST അക്കൗണ്ട് ആണ്, നാലാമത്തേത് ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ആണ്, അഞ്ചാമത്തേത് ഇൻപുട്ട് IGST അക്കൗണ്ട് ആണ്, ആറാമത്തേത് ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ആണ്, ഏഴാമത്തേത് GST പേയബിൾ അക്കൗണ്ട് ആണ്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എവിടെ ഇൻപുട്ട് ടാക്സ് എന്ന് കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം അത് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ആണ്. എവിടെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം അത് സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് മൊബൈലുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കേരളത്തിൽ തന്നെ മറ്റൊരു ജില്ല, അതായത് കോഴിക്കോട്ടേക്ക് പോയി അവിടെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും മൊബൈലുകൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ സെല്ലർക്ക് കൊടുക്കുന്ന, നിങ്ങൾക്ക് മൊബൈലുകൾ തരുന്ന കടക്കാരന് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇൻപുട്ട് ടാക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്താലും അവിടെ നമ്മൾ കൊടുക്കുന്ന ബിൽ എമൗണ്ടിന്റെ കൂടെ ഉള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻപുട്ട് ടാക്സ് ആണ്, അത് ഇൻപുട്ട് GST ആണ്.
ഇനി നമ്മൾ ആ മൊബൈലെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു നമ്മുടെ കടയിൽ വെച്ചതിനു ശേഷം ഒരു കസ്റ്റമർ വന്ന് നമ്മളിൽ നിന്ന് ആ മൊബൈൽ വാങ്ങുമ്പോൾ ആ കസ്റ്റമറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്, ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടയിലേക്ക് മൊബൈൽ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തത് ഇൻപുട്ട് GSTയും നമ്മൾ ആ മൊബൈലുകൾ സെയിൽ ചെയ്തപ്പോൾ നമ്മൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്തത് ഔട്ട്പുട്ട് GSTയുമാണ്. അപ്പോൾ ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയണം പർച്ചേസിന് അഗെയിൻസ്റ്റ് ഇൻപുട്ട് GSTയും സെയിൽസിന് അഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് GSTയുമാണ്. ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ നമ്മളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നു എങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്നും ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്വാഭാവികമായും നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, പർച്ചേസ് ചെയ്ത സമയത്ത് അവിടെ എന്തുകൊണ്ടാണ് ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്നും വന്നത്, അതുപോലെ തന്നെ സെയിൽസ് നടന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ ഔട്ട്പുട്ട് CGST എന്നും ഔട്ട്പുട്ട് SGST എന്നും വന്നത്. അപ്പോൾ ബില്ലിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്നും കാണാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ ട്രാൻസാക്ഷൻസ്, ആ ഇടപാട് നടന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള നിങ്ങൾ കോഴിക്കോട് പോയി മൊബൈൽ വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്കറിയാം രണ്ടും കേരളത്തിൽ തന്നെയാണ്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ഇടപാടുകൾക്ക് നമ്മൾ എന്താണ് ടാക്സ് കൊടുക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റിനും കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻപുട്ട് ടാക്സ് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുകയാണ്, ഇൻപുട്ട് CGST എന്നും പറഞ്ഞ് ഇൻപുട്ട് SGST എന്നും പറഞ്ഞു. അങ്ങനെ രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ടാക്സ് എമൗണ്ട് അവിടെ കൊടുക്കുന്നത്. നമ്മൾ സാധനങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ അവിടെ സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ ഇതേ ഫോർമാറ്റ് തന്നെയാണ്. അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും തുല്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സെപ്പറേറ്റ് ആയി ഔട്ട്പുട്ട് CGST എന്നും ഔട്ട്പുട്ട് SGST എന്ന് കാണിച്ചത്. നേരെ മറിച്ച് ഈ പർച്ചേസും സെയിൽസ് ഒക്കെ നടക്കുന്നത് രണ്ട് സ്റ്റേറ്റുകളിലായിട്ടാണെങ്കിൽ അവിടെ ഇൻപുട്ട് IGST എന്ന് മാത്രമേ പർച്ചേസിൽ ബില്ലിൽ ഉണ്ടാകൂ. നേരെ മറിച്ച് സെയിൽസ് ബില്ലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് IGST എന്ന് മാത്രമേ കാണൂ. കാരണം അത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്, രണ്ട് സ്റ്റേറ്റുകളിലായി നടക്കുന്ന ഇടപാടുകൾ ആയതുകൊണ്ട്. ഇനി നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ നമ്മളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിൽ കൊടുക്കുന്നു. നേരെ മറിച്ച് നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൽ നിന്നും നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ തന്നെ മറ്റൊരു ചാനലിന്റെ പ്രൊമോ വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിംഗ് പ്രൊഫഷണലായ നിങ്ങൾ, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ, അതുമല്ലെങ്കിൽ അക്കൗണ്ടിംഗ് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന ഭാഷ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുവാനും സംസാരിക്കുവാനും നിങ്ങളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ് എൻ്റെ ആ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊമോ വീഡിയോ കാണാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ ആ ചാനലിലെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വീഡിയോകൾ കാണുവാനും സാധിക്കും. എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാവരും ഏതാണ്ട് ഒരുപോലെയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് ആവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തെറ്റില്ലാതെ എഴുതുവാനും സംസാരിക്കുവാനും സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ എന്താണ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേടി ഗ്രാമറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച രീതിയും പഠിപ്പിച്ച രീതിയും തെറ്റായത് കൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും, പക്ഷെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഗ്രാമർ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും, ഈ കോഴ്സ് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് തരം കോഴ്സ് കാണാം. ഒന്ന് 800 രൂപയുടെ കോഴ്സാണ്, എങ്ങനെ തെറ്റില്ലാതെ എഴുതാൻ പഠിക്കാം എന്നുള്ളതാണ്. 1500 കോഴ്സിൽ തെറ്റില്ലാതെ എഴുതുക സംസാരിക്കുക എന്നുള്ള 2 മോഡ്യൂളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1500 കോഴ്സിൽ പ്രധാനമായും ചെയ്യുന്നത് ഓരോ പാഠങ്ങൾ കഴിയുമ്പോൾ, അതായത് ഓരോ വീഡിയോകൾ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളും ടാസ്കുകളും നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ്.
ഒന്ന്, ഇംഗ്ലീഷ് വളരെ നന്നായി എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഇംഗ്ലീഷ് തെറ്റില്ലാതെ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ മറ്റുള്ളവരുമായി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 സ്റ്റേജുകൾ നിങ്ങൾ കഴിയുന്നതോടുകൂടി ഇംഗ്ലീഷ് എന്ന ഈ ലോക ഭാഷ വളരെ അനായാസം നിങ്ങളുടെ കൈപ്പിടിയിൽ നിങ്ങൾക്ക് ഒതുക്കുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 70 പാഠങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകളും നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സമയം, അതാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഈ 1500 കോഴ്സ് നമ്മൾ വാട്സപ്പിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള പഠനമല്ല. എന്തുകൊണ്ടാണ് ഗ്രൂപ്പായിട്ടുള്ള പഠനമല്ല എന്ന് പറയുന്നത്? ഇവിടെ 2 കാര്യങ്ങളാണ്. ഇപ്പം എല്ലാവരെയും നമ്മൾ ഒരുമിച്ചിരുത്തി ഒരു ഗ്രൂപ്പിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചു പേർക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഒരുപോലെയല്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന ആൾക്കാരും പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. അക്കാരണം കൊണ്ട് തന്നെ ജോലി സംബന്ധമായ തിരക്കുകൾ അവർക്കുണ്ടാകും. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനവുമായിട്ടുള്ള തിരക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുന്ന സമയമനുസരിച്ച് കൊണ്ട് ഇതിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഈ കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് തെറ്റില്ലാതെ എഴുതുവാനും സംസാരിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കോഴ്സിന്റെ ഒരു ഭാഗമാകണം. നിങ്ങൾക്ക് ഈ ലോക ഭാഷ വളരെ അനായാസം എത്രയും വേഗം സംസാരിക്കാനും തെറ്റില്ലാതെ എഴുതുവാനും സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് GSTയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചു ട്രാൻസാക്ഷൻസ് പരിശോധിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ പീറ്റർ purchased goods worth rupees 1 lakh from ABC Limited within his state. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ പീറ്റർ sold goods rupees 1,40,000 to Marvel Trading within his state. Peter paid a legal consultation fee of rupees 8,000 to audit firm by check. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പീറ്റർ purchased furniture for rupees 16,000. അപ്പോൾ അത് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ 4 ഇടപാടുകളും 4 ട്രാൻസാക്ഷനും അത് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ്. ഇത് നടക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലാണ്. അപ്പോൾ കേരളത്തിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെന്ന് നിങ്ങൾ കരുതുക. ഇവിടെ പറഞ്ഞ പീറ്റർ എന്ന വ്യക്തി നിങ്ങളാണെന്നും സങ്കല്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പീറ്റർ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് rupees 1 lakh from ABC Limited within his state. അപ്പോൾ കേരളത്തിനുള്ളിലുള്ള ABC ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് rupees 1,40,000 to Marvel Trading within his state. കേരളത്തിൽ തന്നെയുള്ള മാർബിൾ ട്രേഡിങ്ങിനെ 1,40,000 രൂപയ്ക്ക് നിങ്ങൾ സാധനങ്ങൾ വിറ്റു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ paid a legal consultation fee of rupees 8,000 to audit firm by check. അപ്പോൾ നിങ്ങൾ ലീഗൽ കൺസൾട്ടേഷൻ ചാർജ് ആയ 8,000 rupees ഓഡിറ്റ് ഫേമിന് ചെക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ rupees 16,000. നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ 16,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടെ GST എന്ന് പറഞ്ഞാൽ 16%. അപ്പോൾ ഇതൊരു ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതായത് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് കേരളത്തിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ GSTയെ 2ആയി ഡിവൈഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഒന്ന് CGST ആണ് സെൻട്രൽ ഗവൺമെന്റിനും, മറ്റൊന്ന് SGST ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിനും. അപ്പോൾ നമുക്കറിയാം 16% GST എന്ന് പറഞ്ഞാൽ അവിടെ 8% സെൻട്രൽ ഗവൺമെന്റിനും 8% സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ടാക്സ് ആണോ ഔട്ട്പുട്ട് ടാക്സ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷനുകളിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ട്രാൻസാക്ഷൻ എന്നും ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ട്രാൻസാക്ഷൻ എന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തു പർച്ചേസ് ചെയ്താലും അവിടെ നിങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ട് ടാക്സ് ആണ്. അത് ഗുഡ്സ് പർച്ചേസ് ചെയ്താലും സർവീസ് പർച്ചേസ് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് rupees 1 lakh ഫ്രം ABC Limited എന്നുള്ള ആ ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ആണ് കൊടുത്തത്. ആ ടാക്സ് നിങ്ങൾ ഇന്ന് കളക്ട് ചെയ്തത് ABC Limited ആണ്. ABC Limited ആ ടാക്സ് ഗവൺമെന്റിൽ പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് rupees 1,40,000 to Marvel Trading.
അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാർബിൾ ട്രേഡിംഗിൽ നിന്നും 1,40,000 രൂപ നിങ്ങൾ സാധനം വിറ്റപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്ത GST എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് GST ആണ്. ഈ ഔട്ട്പുട്ട് GST മാർബിൾ ട്രേഡിംഗിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ paid a legal consultation fee of ₹8,000 to audit firm by check. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലീഗൽ കൺസൾട്ടേഷൻ ചാർജ് ആയ 8,000 രൂപ ഓഡിറ്റ് ഫേമിന് ചെക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സർവീസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഓഡിറ്റ് ഫേമിൽ നിന്നും. അപ്പോൾ സാധാരണ ഒരു ബിസിനസ്സിൽ ഓഡിറ്റ് ഫേമിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണോ പോകുന്നത്, അപ്പൊ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റ് ഫേമിന്റെ സർവീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓഡിറ്റ് ഫേമിന്റെ സർവീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ ഓഡിറ്റ് ഫേം നിങ്ങൾക്ക് 8,000 പ്ലസ് ഇൻപുട്ട് ടാക്സിന്റെ ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ ഓഡിറ്റ് ഫേം നിങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് അവർ ഗവൺമെന്റിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇൻപുട്ട് ടാക്സ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ലീഗൽ കൺസൾട്ടേഷൻ എന്ന ഒരു സർവീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് കൊണ്ടാണ് അവിടെ ഇൻപുട്ട് ടാക്സ് നിങ്ങൾ കൊടുത്തത്. ഇനി അവസാനത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 16,000 രൂപയ്ക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, പർച്ചേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻപുട്ട് ടാക്സ് ആണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ 16,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയപ്പോൾ 16,000 പ്ലസ് ഇൻപുട്ട് ടാക്സ് നിങ്ങൾ സെല്ലർക്ക് കൊടുത്തു. ആ സെല്ലർ എന്ത് ചെയ്തു? ആ എമൗണ്ട് നിങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി 4 ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹1 lakh ഫ്രം ABC ലിമിറ്റഡ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ABC ലിമിറ്റഡ് എന്നുള്ളതാണ്. ഇവിടെ GST വരുമ്പോൾ ആ ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ABC ലിമിറ്റഡ് എന്നാവും ആ ട്രാൻസാക്ഷൻ. ഇനി ഈ ജേണൽ എൻട്രി വിശദമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു GST എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ 16% എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ 8%, സെൻട്രൽ ഗവൺമെന്റിന് 8% എന്ന നിലയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അവിടെ 1 ലക്ഷത്തിൽ നമ്മൾ GST ഉൾപ്പെടുത്തുമ്പോൾ എമൗണ്ടിൽ വ്യത്യാസം വരും. ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ABC ലിമിറ്റഡിന് ടാക്സ് ഉൾപ്പെടെ 1,16,000 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ സാധനം വാങ്ങിയതിന്റെ വില 1 ലക്ഷമാണെങ്കിൽ അവിടെ 16% ടാക്സ് എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ്. ഈ 16,000 രൂപ നമ്മൾ എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ GST എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റിന് പകുതിയും സ്റ്റേറ്റ് ഗവൺമെന്റിന് പകുതിയും. അപ്പോൾ 16,000 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000 rupees സെൻട്രൽ ഗവൺമെന്റിനും 8,000 rupees സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് പർച്ചേസ് ആയതുകൊണ്ടാണ് അവിടെ ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്നും നമ്മൾ എഴുതിയത്. അവിടെ സെയിൽസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് CGST എന്നും ഔട്ട്പുട്ട് SGST എന്നും എഴുതിയേനെ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് ₹1,40,000 ടു മാർബിൾ ട്രേഡിംഗ്. നമുക്കറിയാം മാർബിൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് സാധാരണഗതിയിലുള്ള ജേണൽ എൻട്രി. ഇവിടെ GST ടാക്സ് എൻട്രി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രീസ് നോക്കിയാൽ മാർബിൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കണം, 1,40,000 രൂപ അവിടെ GST ഇല്ല, ടാക്സ് ഇല്ല എങ്കിൽ നമ്മൾ മാർബിൾ ട്രേഡിങ്ങിന് സെയിൽ ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായി നമ്മൾ എഴുതുന്നു മാർബിൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 1,40,000 രൂപ കാണിച്ചു. അവിടെ ടാക്സ് 16% വരുമ്പോൾ
അത് ഇൻട്രാ സ്റ്റേറ്റ് ഇടപാടായതുകൊണ്ട് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത് കൊണ്ട് നമ്മൾ മാർബിൾ ട്രേഡിങ്ങിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുകയാണ്. ആ 16% നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിൽ 8% കേന്ദ്ര സർക്കാരിനും 8% സംസ്ഥാന സർക്കാരിനുമുള്ളതാണ്. ആ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 1,40,000 സെയിൽ എമൗണ്ട് ആണ്. ആ എമൗണ്ടിന്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ 16% ആകുമ്പോൾ അവിടെ 22,400 രൂപ വരുന്നു. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എമൗണ്ടിനെ ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വേണം ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ SGST എന്ന് പറഞ്ഞാൽ അവിടെ 11,200ഉം CGST എന്ന് പറഞ്ഞാൽ 11,200ഉമാണ്. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 1,62,400 രൂപ നമ്മൾ മാർബിൾ ട്രേഡിങ്ങിൽ നിന്നും കളക്ട് ചെയ്യണം. ആക്ച്വൽ സെയിൽ എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയാണ്. അവിടെ 22,400 രൂപ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കസ്റ്റമറിൽ നിന്നും നമ്മൾ ടാക്സ് സെയിൽസുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ബാധ്യതയാണ് ആ എമൗണ്ട് ഗവൺമെന്റിൽ അടയ്ക്കുന്നത് വരേക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പരിശോധിക്കാം. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ paid a legal consultation fee of rupees 8,000 to audit firm by check. നോർമൽ ആയിട്ടുള്ള ജേർണൽ എൻട്രി പരിശോധിക്കുകയാണെങ്കിൽ ലീഗൽ കൺസൾട്ടേഷൻ ഫീ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നാണ് വരുന്നത്. എമൗണ്ട് നമ്മൾ 8,000 ആണ് എഴുതേണ്ടത്. ഇവിടെ GST ഉള്ളത് കൊണ്ടാണ് ജേർണൽ എൻട്രിയിലും എമൗണ്ടിലും വ്യത്യാസമുള്ളത്. ആക്ച്വൽ എമൗണ്ട് വരേണ്ടത് 8,000 റുപ്പീസ് ആയിരുന്നു. അവിടെ GST ഉള്ളത് കൊണ്ടാണ് 1,280 രൂപ അധികമായി എന്താണ് ആ ട്രാൻസാക്ഷനിൽ വന്നത്. അവിടെ നിങ്ങൾ ലീഗൽ കൺസൾട്ടേഷൻ പർച്ചേസ് ചെയ്തിരിക്കുന്നു ഓഡിറ്റ് ഫേമിൽ നിന്നും, അതുകൊണ്ടാണ് അവിടെ ഇൻപുട്ട് ടാക്സ് ആയി 1,280 രൂപ വന്നത്. ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ടാക്സ് കൊടുക്കണം. ഇവിടെ ഓഡിറ്റ് ഫേം നിങ്ങൾക്ക് ഇൻവോയ്സ് തരുമ്പോൾ അവർ ലീഗൽ കൺസൾട്ടേഷൻ ഫീ എന്ന് എഴുതി 8,000ഉം അതിന്റെ കൂടെ ഇൻപുട്ട് ടാക്സ് ആയി CGST 640ഉം ഇൻപുട്ട് SGST ആയി 640ഉം എഴുതി ടോട്ടൽ 9,280ന്റെ ഇൻവോയ്സ് ആണ് നിങ്ങൾക്ക് തരിക. അതിനർത്ഥം നിങ്ങളിൽ നിന്നും അവർ ഇൻപുട്ട് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് ഓഡിറ്റ് ഫേം എന്താണ് ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ പർച്ചേസ് ചെയ്താലും അത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും അവിടെ നമ്മൾ ടാക്സ് കൊടുക്കണം. അത് ഇൻപുട്ട് ടാക്സ് ആണ്. ഈ അവസാനത്തെ ട്രാൻസാക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മയൂരി ട്രേഡിംഗ് റുപ്പീസ് 16,000. ഇവിടെ നിങ്ങൾ മയൂരി ഫർണിച്ചറിൽ നിന്നും 16,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം ഇൻപുട്ട് ടാക്സ് ആണ് വരുന്നത്. നമ്മൾ നോർമൽ ജേർണൽ എൻട്രി പറയുകയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു മയൂരി ട്രേഡിംഗ് എന്നുള്ളതാണ്. ഇവിടെ ഇൻപുട്ട് GST എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇത് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അക്കാരണം കൊണ്ട് തന്നെ അവിടെ ഇൻപുട്ട് GST ആണ് വരുന്നത്. അപ്പോൾ ആക്ച്വൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 16,000 രൂപയാണ്. അവിടെ നമ്മൾ ഇൻപുട്ട് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 16% വരേണ്ടത്. അതിൽ 8% സെൻട്രൽ ഗവൺമെന്റിനും 8% സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് പോകേണ്ടത്. അങ്ങനെ ടോട്ടൽ ഇൻപുട്ട് GST എന്ന് പറഞ്ഞാൽ 2,560 രൂപയാണ്. ഈ 2,560 രൂപ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് 1,280 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 1,280 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിൽ നിന്നും മയൂരി ഫർണിച്ചർ ഈ ഇൻപുട്ട് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് അവർ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആയാലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയാലും അവിടെ GST ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താലും അവിടെ നിങ്ങൾ GST ബില്ല് ചോദിച്ചു വാങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് GST ബിൽ കൊടുക്കുകയും വേണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സും സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സും, ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് കുറച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ സർക്കാരിലേക്ക് ഗവൺമെന്റിലേക്ക് GST ആയി അടയ്ക്കേണ്ടത്.
അത് എങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി ഈ 4 ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ടാക്സ് ലയബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 4 ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസിൽ ഇൻപുട്ട് ടാക്സ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ ഇൻപുട്ട് ടാക്സ് എടുക്കുമ്പോൾ ആദ്യം ഇൻപുട്ട് ടാക്സ് CGST ആണ് എടുക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഈ 4 ട്രാൻസാക്ഷനിൽ 3 മാത്രമാണ് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ളത്. അവസാനത്തേത് സെയിലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കാനുള്ള ടാക്സ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് CGST എന്ന് പറഞ്ഞാൽ 8,000 പ്ലസ് 640 പ്ലസ് 1,280 ആണ്. ടോട്ടൽ വരുന്നത് 9,920 ആണ്. ഇനി അതുപോലെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള ഇൻപുട്ട് SGST നോക്കുകയാണെങ്കിൽ അവിടെയും 8,000 പ്ലസ് 640 പ്ലസ് 1,280 ആണ്. അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ 9,920യും SGST എന്ന് പറഞ്ഞാൽ 9,920യുമാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നമ്മൾ GST ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എമൗണ്ടും ഈക്വലായി വന്നത്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്തത് കൊണ്ട് നമ്മളിൽ നിന്നും സപ്ലയർ കളക്ട് ചെയ്ത GST എമൗണ്ട് എന്ന് പറഞ്ഞാൽ 19,840 രൂപയാണ്. ഇനി നമ്മൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്ത ഔട്ട്പുട്ട് GST എത്രയാണെന്ന് നോക്കിയാൽ അത് സെൻട്രൽ ഗവൺമെന്റിന് 11,200ഉം സ്റ്റേറ്റ് ഗവൺമെന്റിന് 11,200ഉമാണ്. അങ്ങനെ ടോട്ടൽ വരുന്ന ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ്. ഇത് നമ്മൾ കസ്റ്റമറിൽ നിന്നും സെയിൽ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്ത എമൗണ്ട് ആണ്. ചില കൂട്ടുകാരുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും നന്നായി അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന്. ആ കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനിത് ആവർത്തിക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സുമായി നിങ്ങൾ 4 ട്രാൻസാക്ഷൻ നടത്തി. അതിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് 1 ലക്ഷം രൂപയ്ക്ക് ആ സമയത്ത് നിങ്ങൾക്ക് GST ഉൾപ്പെടെ 1,16,000 രൂപ കൊടുക്കേണ്ടി വന്നു. അവിടെ നിങ്ങൾ 16,000 രൂപ ടാക്സ് കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ എന്താണ് ലീഗൽ കൺസൾട്ടേഷൻ ഫീ, അതായത് ഓൾഡ് ഫേമിൽ നിന്നും നിങ്ങൾ ഒരു സർവീസ് പർച്ചേസ് ചെയ്തു. അതിന് അവർ നിങ്ങൾക്ക് ചാർജ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9,280 രൂപയാണ്. അവിടെ ആക്ച്വൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. അവർ നിങ്ങൾക്ക് 1,280 രൂപ GST ഇനത്തിലാണ് ചാർജ് ചെയ്തത്. പിന്നെ നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയ സമയത്തും അവിടെ പർച്ചേസ് ആണ് നടന്നത്. അവിടെയും നിങ്ങൾക്ക് എന്താണ് GST ഇൻപുട്ട് ടാക്സ് കൊടുക്കേണ്ടി വന്നു. അവിടെ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,560 ആണ്. അപ്പോൾ 16,000 രൂപയ്ക്ക് നിങ്ങൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തപ്പോൾ GST ഉൾപ്പെടെ ഇൻപുട്ട് ടാക്സ് ഉൾപ്പെടെ നിങ്ങൾ കൊടുത്തത് 18,560 രൂപയാണ്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയതിന്റെ പേരിലും സേവനങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലും സപ്ലയർ നിങ്ങളിൽ നിന്നും GST ഇൻപുട്ട് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത എമൗണ്ട് ആണ് 19,840. അതിനർത്ഥം ഗുഡ്സിനും സർവീസിനുമായി ഈ 3 ട്രാൻസാക്ഷനിൽ നിങ്ങൾ സർക്കാരിന് കൊടുത്ത ടാക്സ് എന്ന് പറഞ്ഞാൽ 19,840 രൂപയാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സപ്ലയർ സർക്കാരിൽ അടയ്ക്കാൻ വേണ്ടി കളക്ട് ചെയ്ത ടാക്സ് എന്ന് പറഞ്ഞാൽ 19,840 രൂപയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത് 9,920ഉം സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നത് 9,920ഉമാണ്. കാരണം അവിടെ GST പേയ്മെന്റ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും. ഇനി നമ്മൾ സെയിൽസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ മാർബിൾ ട്രേഡിംഗിൽ നിന്നും ഔട്ട്പുട്ട് GST കളക്ട് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ്. ഈ 22,400 രൂപ നിങ്ങളുടെ ബാധ്യതയാണ് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത്. അവിടെ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞാൽ അതും 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ 11,200ഉം സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ 11,200ഉം ആകെ ടോട്ടൽ 22,400 രൂപയാണ് ടാക്സ് ഇനത്തിൽ ഔട്ട്പുട്ട് GST അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 4 ട്രാൻസാക്ഷനും എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ GST നോക്കേണ്ടത് നമ്മൾ ആകെ കൊടുത്ത GST എന്ന് പറഞ്ഞാൽ 19,840 ആണ് ഇൻപുട്ട് GST. അവിടെ നമ്മൾ കളക്ട് ചെയ്ത GST എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്.
നമ്മൾ ഔട്ട്പുട്ട് ജി എസ് ടിയിൽ നിന്നും ഇൻപുട്ട് ജി എസ് ടി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ജി എസ് ടി കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔട്ട്പുട്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ് നിങ്ങൾ കളക്ട് ചെയ്ത എമൗണ്ട്. ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തത് 19,840 രൂപയാണ് ഇൻപുട്ട് ജി എസ് ടി. അപ്പോൾ ഔട്ട്പുട്ട് ജി എസ് ടിയിൽ നിന്നും ഇൻപുട്ട് ജി എസ് ടി കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ആക്ച്വൽ എമൗണ്ട് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സി ജി എസ് ടി മൈനസ് ഇൻപുട്ട് സി ജി എസ് ടി ആണ്. ഇവിടെ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ എമൗണ്ട് 11,200 ആണ്. അതിൽ നിന്നും നമ്മൾ ഇൻപുട്ട് സി ജി എസ് ടി എമൗണ്ട് ആയ 9,920 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,280 രൂപയാണ്. ഇതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും. അവിടെ ഔട്ട്പുട്ട് എസ് ടി എസ് ടി എന്ന് പറഞ്ഞാൽ 11,200 ആണ്. അതിൽ നിന്നും നമ്മൾ ഇൻപുട്ട് എസ് ടി എസ് ടി ആയ 9,920 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,280 രൂപയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ടാക്സ് ആയ 1,280 സംസ്ഥാന സർക്കാരിന്റെ ടാക്സ് ആയ 1,280 ചേർത്ത് ടോട്ടൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 2,560 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ടാക്സ് ലയബിലിറ്റി ജി എസ് ടി ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 2,560 രൂപയാണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ 19,840 രൂപയാണ്. അതേസമയം നിങ്ങൾ സാധനങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് നിങ്ങൾ കളക്ട് ചെയ്ത ടാക്സ് എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ 22,400 രൂപ നമ്മൾ സെയിൽ ചെയ്തപ്പോൾ കളക്ട് ചെയ്ത ടാക്സിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ആയ ഇൻപുട്ട് ടാക്സ് 19,840 കുറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,560 ആണ്. ഈ 2,560 നമുക്കറിയാം, അത് ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കാൻ. അങ്ങനെയാണ് ഇവിടെ 1,280 പ്ലസ് 1,280 നമുക്ക് കിട്ടിയത്. ഇനി നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു രീതിയിലും ഈ ജി എസ് ടി സംഭവിക്കാം. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് കൂടുതലും നിങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് കുറവുമാണെങ്കിൽ അവിടെ നിങ്ങൾ ജി എസ് ടി പേ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ നിങ്ങൾക്ക് ലയബിലിറ്റി ഇല്ല എന്നാണ് അർത്ഥം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ആയി നിങ്ങൾ 5,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് ആയി സെയിൽസ് ചെയ്തപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,000 രൂപയാണ്. അതിനർത്ഥം നിങ്ങൾ ഗവൺമെന്റിൽ അടയ്ക്കേണ്ട ബാധ്യതയേക്കാൾ കൂടുതലായി നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ഇനത്തിൽ സപ്ലയർക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. 5,000 രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,000 രൂപയാണ്. അവിടെ 2,000 രൂപ ഡിഫറൻസ് ഉണ്ട്. ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബാധ്യത ഇല്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്ത ടാക്സ് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ടാക്സിനേക്കാൾ കുറവായതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ബാധ്യത ഇല്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കുറവും കസ്റ്റമറിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് കൂടുതലുമാണെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾക്ക് എന്താണ്, ബാധ്യതയാണ്. അത് ലയബിലിറ്റിയാണ്, നിങ്ങൾ ഗവൺമെന്റിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കൂടുതലും ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് കുറവുമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബാധ്യതയില്ല. ആ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഫ്യൂച്ചറിലുള്ള ജി എസ് ടി പേയ്മെന്റിൽ ഔട്ട്പുട്ട് ടാക്സുമായി അഡ്ജസ്റ്റ് ചെയ്താണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം മനസ്സിലാകാത്ത കൂട്ടുകാർ ഉണ്ടാകാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ജി എസ് ടി നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 19,840 ആണ്. നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് നമ്മൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ 22,400 രൂപയാണ്.
എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഔട്ട്പുട്ട് ജി എസ് ടി നമ്മൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ച എമൗണ്ട് നമ്മൾ കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് ജി എസ് ടി പേയ്മെന്റ് നടത്താനുള്ള ബാധ്യതയുണ്ട് എന്നാണ്. അക്കാരണം കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് 22,400 നമ്മൾ കൊടുത്ത എമൗണ്ട് 19,840 ആയതുകൊണ്ട് അവിടെ 2,560 രൂപ നമുക്ക് ബാധ്യതയാണ്. ആ എമൗണ്ട് നമ്മൾ സർക്കാരിൽ അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് 2,560 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി 1,280 എന്ന രീതിയിൽ മാറ്റിയത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് ബാധ്യത ഇല്ലാതെ വരുന്ന സാഹചര്യം എപ്പോഴാണെന്ന് നോക്കിയാൽ അവിടെ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത പേയ്മെന്റ് കൂടുതലും നമ്മൾ കസ്റ്റമറിൽ നിന്നും സെയിൽസ് ഇനത്തിൽ ജി എസ് ടി കളക്ട് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കുറവുമാണെങ്കിൽ അവിടെ നമുക്ക് ബാധ്യതയില്ല. അപ്പോൾ ആ വരുന്ന ഡിഫറൻസ് എമൗണ്ട് നമ്മൾ അടുത്ത ജി എസ് ടി എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കും. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചില സമയങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒരുപോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ചില കൂട്ടുകാർക്ക് ഒരു അരോസരമായി തോന്നാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്ന്. അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് ടാക്സിന്റെയും ഔട്ട്പുട്ട് ടാക്സിന്റെയും ജേണൽ എൻട്രീസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കിവിടെ 2 ജേണൽ എൻട്രീസ് കൂടി മനസ്സിലാക്കാനുണ്ട്. ഒന്ന് ഔട്ട്പുട്ട് ജി എസ് ടിയും ഇൻപുട്ട് ജി എസ് ടിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജേണൽ എൻട്രിയും മറ്റൊന്ന് നമ്മൾ ഈ ജി എസ് ടി എമൗണ്ട് പേയ്മെന്റ് ചെയ്യുമ്പോഴുള്ള എൻട്രിയുമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫൈനൽ എൻട്രി ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ 22,400 ആണ്. നമുക്കറിയാം അത് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അവിടെ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ 11,200 ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ 11,200 ടു ഇൻപുട്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ അവിടെ 19,840 ആണ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നു, കാരണം ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്നു 9,920, സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ കൊടുക്കുന്നു 9,920. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2,560 ആണ്. ആ എമൗണ്ട് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. ജി എസ് ടി പേയബിൾ ആണ്. അത് നമുക്ക് ഒരു ബാധ്യതയാണ്. അക്കാരണം കൊണ്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ജി എസ് ടി പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. ഇവിടെ ജി എസ് ടി പേയബിൾ എന്നുള്ള അക്കൗണ്ടിന് പകരം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നും ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെയിൽസ് അതായത് ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും പർച്ചേസ് ഇൻപുട്ട് ടാക്സ് കുറച്ചപ്പോൾ ആ വരുന്ന ഡിഫറൻസ് എമൗണ്ട് നമ്മൾ സർക്കാരിൽ കൊടുക്കണം. അതിന് നമ്മൾ പറയുന്നത് ജി എസ് ടി പേയബിൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നാണ്. ആ എമൗണ്ടിനെ നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ ജി എസ് ടി പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസും അഡ്ജസ്റ്റ്മെന്റ്സുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ബൈ ഫ്രം സഫീർ ഇക്ബാൽ.